ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതെന്താ പാട്ടോ? എല്ലാവർക്കും ഇതെന്താ പ്ലേ സ്കൂളിലെ പാട്ടോ? ഗുഡ് മോർണിംഗ്. ഏതോ ക്ലോക്കിൽ സെറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ടല്ലോ. അയ്യോ ഞാൻ ഉണ്ടാക്കുന്നത് നാണമായി അമ്മയ്ക്ക്, നാണം. ഒരു കൂർക്ക ഓക്കെ ആയിക്കോട്ടെ. കൂർക്ക ഒരുപാട് നന്നാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്ര നന്നാക്കിയെടുത്താണ്. ഇപ്പൊ കൊണ്ടുവന്നപ്പോഴേ എന്നാ പിന്നെ കുറച്ച് ഇതെടുത്ത് ഇടാന്നുണ്ട്. അപ്പൊ നന്നാക്കാൻ പ്രയാസമല്ലേ ഇത്? അമ്മ ബുദ്ധിമുട്ടി നന്നാക്കിയതാണല്ലേ, പാവം. ഇത്ര എടുത്തോളൂ. എത്ര വല്ല ചിരിച്ചിരിക്കാനുള്ളത് അമ്മയ്ക്ക്. അതിന് വേണ്ട സാധനങ്ങൾ പറയാം. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, കടുക്. അമ്മ നല്ല ബുദ്ധിമുട്ടായിരുന്നു കൂർക്കാന്നൊക്കെ. എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറയാ, ഭയങ്കര സാധനമാണിത്. എന്താ ഞാൻ പറയാ കേട്ടോ. അതെ, ഇന്ന് ഏട്ടനാണ് അത് തല്ലിയിട്ട് അതിന്റെ തോലൊക്കെ കളഞ്ഞു. അയ്യോ, എനിക്ക് ഏട്ടനല്ലേ, ഞാനുള്ള നിന്റെ അച്ഛൻ. അപ്പൊ ഇവന്റെ അച്ഛനാണ് അത് തല്ലിയിട്ട് തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ടു. അപ്പൊ ഞാൻ അതിന്റെ പിന്നെ എന്തൊക്കെ ചിരണ്ടി അതിന്റെ എന്തൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കളഞ്ഞ് നേരാക്കണ്ടേ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇഡലി, സാമ്പാർ, ചട്നി അത് നന്നാക്കി കുറച്ച് ഇന്ന് ഇത് ഉണ്ടാക്കി കാണിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ചെടുത്ത് നന്നാക്കി. അപ്പൊ ഈ തല്ലിയിട്ട് അതിന്റെ ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് നേരാക്കണ്ടാവുന്നൊന്നും ഇവരെ അറിയില്ല. അപ്പം പറയാ, അമ്മയുടെ നേരാക്കിട്ടില്ലേ, അമ്മയുടെ അതാണ് ഈ പറയുന്നത്. അല്ല, എന്നാലും അമ്മ, എന്നാലും ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് നിന്റെ ഫസ്റ്റ് മനസ്സിലായല്ലോ. അമ്മയുടെ നന്നാക്കിയിട്ടില്ലേ, അമ്മയുടെ അച്ഛൻ അത് എന്താ പറയാ ഇങ്ങനെ ഒരു ഇതിലിട്ട് തല്ലിയിട്ട് വെള്ളത്തിലിട്ടു. ഇപ്പൊ ഞാൻ വീണ്ടും പണികൾ ഒരുപാടുണ്ട്. ഞാനൊന്ന് ചിരിക്കുമ്പോഴേക്ക് അമ്മക്ക് അതന്നെയാണെന്ന് എങ്ങനെ മനസ്സിലായി? എന്താ പറയാ, എനിക്കത് ശരി വന്നു. നന്നാക്കിയത് ഞാൻ പറഞ്ഞോളൂ, ഞാൻ നന്നാക്കിയത് ഞാൻ പറഞ്ഞില്ല. ഞാൻ തന്നെയാണ്. അതായത് അച്ഛനത് തല്ലി അതിന്റെ പുറന്തോലൊക്കെ കളഞ്ഞു തന്നു, പിന്നെ വെള്ളത്തിലിട്ടു. അതിന് പിന്നെ ചെണ്ടാറുണ്ടാവില്ല അതിന്റെ എന്തൊക്കെയല്ലേ. അതിപ്പോ നമ്മുടെ ചെറുപ്പത്തിലും അങ്ങനെ തന്നെ അല്ലേ. അച്ഛൻ എന്നെ തല്ലി പുറന്തോലൊക്കെ കളയുമ്പോ അമ്മ എന്നെ വിളിച്ച് നന്നാക്കണ്ടായിരുന്നു. അത്ര തന്നെ ഉള്ള വ്യത്യാസം. അതിപ്പം കണ്ടു. അവിടെ അച്ഛൻ തല്ലിയിട്ട് വെള്ളത്തിലിട്ടപ്പോ കണ്ടില്ലേ. അപ്പൊ മുഴുവൻ നേരായി എന്നാണ് എന്റെ വിചാരേ. അപ്പൊ പറയാ അമ്മ നേരാക്കി, അമ്മ നേരാക്കി. ഈ കൂർക്കയ്ക്ക് കുഞ്ഞിനൊരു ബന്ധമുണ്ട്, അറിയാമയ്ക്ക്. ചെറുപ്പത്തിൽ അച്ഛൻ ഇങ്ങനെ തല്ലി എന്റെ പുറന്തോലേക്ക് എടുക്കുമ്പോ അമ്മയല്ലേ അതിനെ എന്താ പറയാ പിന്നെ നന്നാക്കേണ്ടത്. എങ്ങനെ അതിന്റെ മുകളിൽ 2 അടി കൊണ്ട് എടുത്തിട്ട് അമ്മ അടിച്ചാ പിന്നെ ആർക്കും അടിക്കാൻ കിട്ടത്തുമില്ല. ഈ ചെക്കൻ 2 ദിവസമായി എന്നിട്ടത് ഇങ്ങനെ വെറുതെ ഇതാക്കി നൽകി. എന്താണെന്നറിയില്ല. എന്റെ കുടുംബക്കാരുടെ മുമ്പിൽ തന്നെ എന്നെ ഇട്ട് കൊടുക്കാനുള്ള ഒരൊറ്റ ചാൻസ് വിടില്ല. അതെങ്ങനെ അറിയാ? അമ്മ ഇതൊക്കെ അവര് അറിയിച്ചിട്ടുണ്ട്. ഇല്ലല്ലോ, എന്നെ കാണില്ലല്ലോ. നിന്നെ കാണുന്നില്ലെങ്കിൽ നീ പല വർത്താനം കേൾക്കുന്നുണ്ടല്ലോ, നിന്നെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ഒരുപാട് ചെറുള്ളിയൊന്നും വേണ്ട, വളരെ കുറച്ച് ചെറുള്ളി മതി. ഞാൻ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയാൻ കേട്ടെ. അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി അമ്മ എന്ന് ചോദിച്ചാൽ അമ്മക്ക് പറയാം, ആ മോനെ പൂർത്തിയല്ലേ ഇത്ര ബുദ്ധിമുട്ടായി. അപ്പോഴേക്കും അമ്മ ഇതൊക്കെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതിന് വേണ്ടിട്ടൊന്നും എനിക്ക് എന്താണെന്നറിയില്ല. എനിക്ക് എന്താണെന്നറിയില്ല അമ്മ, എന്താണെന്നറിയില്ല. ചില സമയത്ത് അറിയാതെ എനിക്ക് ശരി വരും. അപ്പോഴൊക്കെ നമുക്ക് അതിന്റെ കാര്യം പിടി കിട്ടിയതേ. അപ്പൊ എന്തിനാ ഈ മഞ്ഞപ്പൊടി, ഈ സബോള, ഈ പച്ചമുളക്, ഇതാ മഞ്ഞപ്പൊടി, സബോള, തക്കാളി എന്ന് പറഞ്ഞ പോലെ ഈ കറിവേപ്പില പോരെ. ഈ അമ്മ പറയണ്ട, ഞാൻ പറഞ്ഞോളാം കേട്ടാ. സത്യത്തിൽ ചോറും ഒരു മീൻ വറുത്തതും ഒരു ഇച്ചിരി കൂർത്തി
സത്യം പറഞ്ഞാൽ കൂട്ടാനൊന്നും വേണ്ട, സുഖമായ ഭക്ഷണം കഴിക്കാം. ഇതാവശ്യമുള്ള ഉപ്പ്, അല്ലമ്മ? ഇതാവശ്യമുള്ള ഉപ്പ് ഇട്ട്. അല്ല അങ്ങനെയാണോ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഈ ഉപ്പേരി മാത്രം കൂട്ടിയിട്ട് തോന്നുന്നു. ഒരു അച്ചാറുണ്ടാവുമല്ലോ, പക്ഷെ കൂർക്ക് ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും അമ്മ, അല്ലേ? എല്ലാവരും ഏതാണ്ട് കൂട്ടി. അതിൻ്റെ മണം തന്നെ മതി ഭക്ഷണം കിട്ടാൻ. ആദ്യം കിട്ടുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു മണമാണ്. ദിവസം ഇല്ലെങ്കിലേ ഇങ്ങനെ കിട്ടിയപ്പോഴേ അപ്പോൾ അടച്ച്, അപ്പോൾ ഇതിന് അടച്ച് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കുഴപ്പമില്ല, പണിയുണ്ട് നമുക്ക് ചെയ്യാം. വെന്തിലേക്ക് മാത്രം ഇത്തിരി വെള്ളം തളിച്ചു കൊടുത്താൽ മതി, ഇപ്പോൾ വേണ്ട. വറവിട്ടതിൻ്റെയാണ്. പിന്നെന്താണ് ഇന്ന് എന്താണ് അമ്മ കഥയോ? കഥയൊന്നുമല്ല, എന്തായാലും കേട്ട് നമുക്ക് ശീലമായി പോയി, അത് കാരണം ചോദിക്കുകയാണ് കേട്ടോ. കഥയല്ല കേട്ടോ. ഇന്ന് എന്താ പറഞ്ഞാൽ നമ്മുടെ ജീവിത യാഥാർത്ഥ്യമാണ്. അതായത് നമുക്ക് ഈ ദൈവം തന്നിട്ടുള്ളൊരു ജന്മം, ഈ ജന്മം ഇതാണ് നമുക്ക് സ്വന്തം. എല്ലാവരും പറയില്ലേ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാവങ്ങളുടെ അങ്ങനെ എന്തൊക്കെയോ പറയും. പിന്നെ അടുത്ത ജന്മത്തിൽ നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജന്മത്തിൽ പ്രാർത്ഥിക്കാം, നമുക്ക് നല്ലത് ചെയ്യാം, അതൊക്കെ പറയും വാസ്തവം. പക്ഷേ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ, ഈ ജന്മം ദൈവം നമുക്ക് തന്നില്ലേ, ഈ ജന്മം മാത്രമാണ് ഇപ്പം നമുക്ക് സ്വന്തം. ആ ജന്മത്തെ നമ്മൾ സുന്ദരമാക്കാൻ പറ്റും. എങ്ങനെ അറിയൂ? ഇപ്പോൾ നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കുക, അതും വേണം, അതൊക്കെ വേണ്ടതല്ലേ. ഭക്ഷണം ഇല്ലാണ്ട് പിന്നെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ഉള്ള സമയമൊക്കെ നന്നായി എൻജോയ് ചെയ്യുക, അതും വേണം. അത്യാവശ്യം നമ്മൾ ജീവിക്കണം നന്നായി. പിന്നെ വെറുതെ ആൾക്കാരെ ചീത്ത പറയാണ്ടിരിക്കുക, ഇതൊക്കെയല്ലേ സുന്ദരമാക്കണത്. നീ പറയുന്ന പോക്കൊക്കെ മനസ്സിലായി. അപ്പോ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ ഈ ജന്മത്തിൽ കിട്ടിയ അച്ഛനും അമ്മയും അവര് ഇനി നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുന്ന എന്താണ് ഉറപ്പ്? ഇല്ല. ഇനിയൊരു ജന്മം ഉണ്ടോ അതും നമുക്ക് ഉറപ്പില്ല. ഇനിയിപ്പോ ഒരു ജന്മം ഉണ്ട്, ഇപ്പൊ കഴിഞ്ഞൊരു ജന്മം എനിക്കുണ്ടെന്ന് വെക്കി, ആ ജന്മത്തിലെ അച്ഛനും അമ്മയുടെ ഓർമ്മ പോലും എനിക്കില്ലല്ലോ. അതുപോലെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളാണോ എൻ്റെ മക്കള്, നിന്റെ അച്ഛനാണോ എൻ്റെ ഭർത്താവ്, ഇതൊന്നും എൻ്റെ ഓർമ്മയിലില്ലല്ലോ. കഴിഞ്ഞൊരു ജന്മം ഉണ്ടായിരുന്നോ എൻ്റെ ഓർമ്മയിലില്ലല്ലോ. ഈ ജന്മാണ് നമുക്ക് ദൈവം നൽകിയ ഈ ജന്മം. ഇത് നമ്മൾക്ക് ദൈവം നൽകിയ പുണ്യാണ് ഈ ജന്മം. അപ്പൊ ഈ ജന്മത്തിൽ നമുക്ക് എന്തൊക്കെ നല്ലത് ചെയ്യാൻ പറ്റും, നമ്മുടെ കുടുംബജീവിതം എത്ര നന്നായി കൊണ്ടുപോകാൻ പറ്റും, അതൊക്കെ നമുക്ക് എന്തൊക്കെ ആസ്വദിക്കാൻ പറ്റും, നമുക്ക് ഏതൊക്കെ രീതിയിൽ നന്മകൾ ചെയ്യാൻ പറ്റും, നമുക്ക് ഏതൊക്കെ രീതിയിൽ സന്തോഷപ്രദമാക്കാൻ പറ്റും നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുവട്ടമുള്ളവരോടൊക്കെ സ്നേഹമായിട്ടും ഒക്കെ പെരുമാറും. അങ്ങനെയൊക്കെ നമുക്ക് ഈ ജീവിതത്തിന് പറ്റും. ഈ ജീവിതമാണ് നമുക്ക് സ്വന്തം. മനസ്സിലായോ? കഴിഞ്ഞ ജന്മം നമുക്ക് ഓർമ്മയില്ല, അടുത്ത ജന്മം നമുക്ക് എങ്ങനെയാ കിട്ടുകയെന്ന് അറിയില്ല. ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവർ നൽകിയ ഓർമ്മകളാണ് എൻ്റെ ജീവിതത്തിൽ. പക്ഷെ അവരിപ്പോൾ എവിടെയോ ജനിച്ചിട്ടുണ്ടാവും, അവർക്ക് വേറെ മക്കളും ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെ അവർക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ മക്കളായി ജനിച്ചവരാണ് ഇപ്പോൾ എനിക്ക് മക്കളായി വന്നതെന്ന് അവർക്കറിയൂ. അതുപോലെ എല്ലാവരുടെ ജീവിതം അങ്ങനെയാണ്. അവരിപ്പോൾ വേറെ ജന്മം എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇനിയൊരു ജന്മം ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ഈ ജന്മം മാത്രമാണ് നമ്മുടെ സ്വന്തം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എന്താ അറിയോ, അയ്യോ എൻ്റെ അച്ഛനമ്മയോടൊത്ത് കഴിഞ്ഞ ആ ദിവസങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് അയ്യോ ആ ദിവസം അവർ നമ്മളെ കൊഞ്ചിച്ചതും, അവർ നമുക്ക് ഓരോന്ന് വാങ്ങിച്ചു തന്നതും, അവർ നമ്മളെ വഴക്ക് പറഞ്ഞതാവട്ടെ, നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളെ വഴക്ക് പറയുക, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുക, അങ്ങനെയൊക്കെ ചെയ്തതും, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയതും, ഇതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ദിവസം പിന്നെ ആ വീടിൻ്റെ ഓർമ്മ വരും. നമ്മൾ ചെറുപ്പം തൊട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ ഓരോരോ മുക്കും മൂലയും നമ്മളറിയാതെ നമ്മുടെ ഓർമ്മയിൽ വരും. ഓർമ്മയിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ വിരുമ്പിപ്പോവും. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങൾ അതിനി നമുക്ക് കിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. നിങ്ങളുടെ അച്ഛൻ പണ്ടിരുന്ന കശാല, നിങ്ങളുടെ അമ്മ ഇരിക്കേണ്ടായ അടുക്കള, നിൽക്കുന്നത്, ഞങ്ങൾക്ക് ചോറ് കൊടുത്ത് തരുന്നത്, സംസാരിക്കുന്നത്, ഓരോരോ പല കാര്യങ്ങളും ഒന്നുമില്ല, എത്രയോ ലക്ഷക്കണക്കിന് കാര്യങ്ങളുണ്ടാവുമല്ലോ. അതെല്ലാം ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയും കൂടി നമുക്ക് ഓർമ്മ വരും. നമ്മുടെ എവിടെയൊക്കെ കളിച്ചു, അതുപോലെ നമ്മുടെ കൂട്ടുകാരികൾ, നമ്മുടെ ടീച്ചർമാർ, നമ്മുടെ സ്കൂള്, ഇങ്ങനെ പലതും ഓർമ്മ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിങ്ങലുണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനി അത് നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ ഈ ജന്മത്തിൽ, ഇല്ലല്ലോ. ഈ ഒരു ജന്മത്തിൽ അത് കഴിഞ്ഞുപോയി, അത് ഇനി ഒരിക്കലും നമുക്ക് ഓർമ്മ മാത്രമാണ്, നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പം നമ്മൾ അറിയാതെ ഏതൊരാളും വിതുമ്പിപ്പോകും അല്ലേ? അതെന്താ പറഞ്ഞാൽ അത് സങ്കടം കൊണ്ട് അല്ല, ഒരു നഷ്ടബോധമാണത്.
കാരണം അയ്യോ ആ ജന്മത്തിൽ പിന്നെ നമ്മൾ ഓർക്കും, ആ ജന്മത്തിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ടൊക്കെ അവരോട് ആ ജന്മത്തില് ആ കാലത്തില് അങ്ങനെ നമുക്ക് തോന്നും. അങ്ങനെ അതുപോലെ നിങ്ങളൊക്കെ മക്കള് അവര് നമ്മളൊരു അമ്മയാവുള്ളൂ. എല്ലാവരും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നു ആ നിമിഷം. ഞങ്ങളൊക്കെ മക്കളായ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, നമ്മുടെ വീട്ടിൽ പാർട്ടിക്കാരായിരുന്നു. ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ച പ്രകടനം നമ്മുടെ ജീവിതത്തിൽ ഇനി തിരിച്ചു കിട്ടുമോ? അങ്ങനെ ഒരു ഇത്. പിന്നെ നിങ്ങളുടെ ചെറുപ്പകാലം, നിങ്ങളെ കൊഞ്ചിക്കുന്നതും കണ്ടതും പൊട്ടുകുത്തലും ആ ഡ്രസ് ഇടണം, തല്ലിനതും പിച്ചിനതും ഇടണം, മുടി ഇങ്ങനെ ചിന്തി വെക്കണം, ചിലപ്പോൾ പെൺകുട്ടികളെ പോലെ ഡ്രസ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാം ഓർമ്മ. പിന്നെ സ്കൂളിൽ പോവുക, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ടാറ്റ പറഞ്ഞിട്ട് പോകും, അവർക്ക് വേണ്ട സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ചെറുപ്പത്തിലെ ഓർമ്മകൾ. അതൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ചെയ്യും അമ്മേ എൻ്റെ മക്കള് എന്ത് രസമായിരുന്നു ആ ചെറുപ്പത്തിൽ. അവരുടെ ആ ചെറുപ്പം ഇനി എനിക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ഒറ്റയ്ക്ക് ഞാൻ പല പ്രാവശ്യം ഓർക്കും. അതൊന്നും നിങ്ങൾക്കറിയില്ല. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് ഏകാന്തമായി നമുക്ക് ഇരിക്കുന്ന സമയത്ത് അത് ഓർമ്മ വരുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയും. കാരണം ആ ദിവസങ്ങളിൽ ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ ഈ ജന്മം അപ്പോൾ അതിലെന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും, അന്ന് ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു, ഇന്ന് ഇതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമ്മുടെ കൂട്ടുകാരികളോടത്ത് ചിലപ്പോൾ തല്ലുകൂടിയിട്ടുണ്ടാവും. അപ്പം അവളോടത്ത് എനിക്ക് അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കുറച്ചും കൂടി അവളെ എനിക്ക് സ്നേഹിക്കായിരുന്നു, എൻ്റെ മക്കളെ എങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ പല ചിന്തകൾ വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ചെയ്യണം. നമുക്ക് എത്രത്തോളം നന്നാക്കാൻ പറ്റും, ഒരാളിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല, എത്ര ജീവിതം നമുക്ക് നന്നാക്കാൻ പറ്റും, നമ്മുടെ ഭർത്താവിനൊത്തോ നമ്മുടെ മക്കളോടൊത്ത്, നമ്മുടെ അച്ഛനും അമ്മ സഹോദരന്മാരോട്, അതുപോലെ നമ്മുടെ സഹോദരന്മാരോടൊത്ത് കഴിഞ്ഞ ആ നിമിഷമല്ലേ തല്ലുകൂടിയിട്ടും അങ്ങോട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു എന്തെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വീഴുന്നു. അപ്പോൾ അവിടെ പോയി സമാധാനിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ആ നിമിഷങ്ങളില്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് തിരിച്ചു കിട്ടുമോ? ഇപ്പോൾ എല്ലാവരും വലുതായി, സഹോദരങ്ങൾ അവരവർക്ക് അവരുടെ ജീവിതമായി. പക്ഷെ ആ ചെറുപ്പത്തിലെ ആ സ്നേഹബന്ധമില്ലേ, എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ അനിയത്തിമാരെ എൻ്റെ കൂടെ കൊണ്ടുപോകും, എൻ്റെ ആങ്ങളമാരെ എൻ്റെ കൂടെ കൊണ്ടുപോകും, എനിക്ക് പറ്റുമ്പോഴൊക്കെ എടുത്ത് ഒക്കെ തിരിച്ചു പോകുന്ന ആ ചെറുപ്പകാലമൊക്കെ ഇല്ലേ, അതൊക്കെ ഓർക്കുമ്പോൾ ദൈവമേ നമ്മുടെ ജീവിതത്തിൽ ആ കാലത്ത് കഴിഞ്ഞു പോയില്ലേ, അതുപോലൊരു സ്നേഹം, അതുപോലൊരു ജീവിതം ഇനി നമുക്ക് കിട്ടുമെന്നുള്ള തോന്നൽ വരും. അപ്പം നമ്മുടെ ഈ ദൈവം തന്ന ജീവിതമില്ലേ നമുക്ക് എന്തുമാത്രം നന്നാക്കാൻ പറ്റും, ആരെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, അങ്ങനെ ഈ ജീവിതം നമുക്ക് സാർത്ഥകമാക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒത്തിരി ജീവിക്കണം. എന്താ പറയുക, ഈ ജീവിതം നമുക്ക് സ്വന്തം, അടുത്ത ജന്മോ അതിൻ്റെ മുന്നേ പിന്നിലെ ജന്മം ഒന്നും നമുക്കില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാലത്തേക്ക് ഒരിക്കലും മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഓർമ്മകളിലൂടെ നമ്മളൊരു യാത്ര ചെയ്യും. അത് ഓരോ മനുഷ്യരും ചെയ്യും കേട്ടോ. നിശബ്ദമായിരിക്കുന്ന ഓരോ നിമിഷങ്ങളിൽ നമ്മുടെ പഴയ കാലത്തിൻ്റെ സുവർണ്ണ ഓർമ്മകളിലേക്കും നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളിലേക്കൊക്കെ നമ്മളിന്ന് തിരിഞ്ഞു നോക്കും അല്ലേ. അതന്നെയാണ് ജീവിതം. പിന്നെ ഈ ജീവിതം എന്ന് പറയണത് യഥാർത്ഥമായിട്ട് ഇനിയൊരു ജന്മം ഉണ്ടോ നമുക്കറിയില്ല, ഇതിന് മുമ്പൊരു ജന്മം ഉണ്ടായിരുന്നോ നമുക്കറിയില്ല. പക്ഷെ ഇന്ന് കിട്ടിയുള്ള ജന്മങ്ങളിൽ നമ്മൾ ഇന്നലെ വരെ ചെയ്തത് ഇന്ന് ഈ നിമിഷം വരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇത് മാത്രമാണ് നമുക്ക് സ്വന്തം അല്ലേ. നാളെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല, നാളെ ഇനി എത്രത്തോളം ഉണ്ടെന്നും നമുക്കറിയില്ല. അപ്പോൾ ഇന്നലെകളുടെ നല്ല നല്ല സുന്ദരമായ ഓർമ്മകളും ദുഃഖം നിറഞ്ഞ സന്തോഷവും എല്ലാം കലർന്നൊരു ഓർമ്മ എപ്പോഴെങ്ങനെയൊക്കെ എല്ലാവരുടെ മനസ്സിൽ എന്താ അര ഉറക്കത്തിലൊക്കെ ഇങ്ങനെ വന്നു പോകും പറയില്ലേ, അതുപോലെ വരും. അതുപോലെ ഈ പ്രസൻറ്റ് ഇപ്പോൾ ഈ നിമിഷം അമ്മ ഇത് ഓർക്കുന്നു പറയുന്നു, ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരുന്നതാണോ? അല്ല. അപ്പോൾ ഇന്നിത് പറയണമെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നി. അപ്പോൾ ഈ നിമിഷം വരെ എല്ലാം എന്താ പറഞ്ഞാൽ ഭയങ്കര പ്രീഷ്യസാണ്. എന്നുവെച്ചാൽ ഒരിക്കലും പിന്നൊരിക്കലും നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത ഒന്നേ ഉള്ളൂ ജീവിതം. ഈ ജീവിതം, ഈ ജന്മം, ഇത്രേ നമുക്ക് സ്വന്തമുള്ളൂ. ഇത് മാത്രം നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഈ നിമിഷം വരെ നമ്മൾ ജീവിച്ച ജീവിതം ഉണ്ടല്ലോ, ഈ ജീവിതം തന്നെ ജീവിതം. ഇതിൻ്റെ ഓരോ എന്താ പറയുക, ഓരോ നിമിഷങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഒരു ബെസ്റ്റ് മെമ്മറീസാണ് ജീവിതത്തിൽ അല്ലേ. ആദ്യം തൊട്ടേ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മുടെ കൂടെയുള്ള ബന്ധങ്ങളൊക്കെ അത്രയും പവിത്രമായ ബന്ധങ്ങളാണ്. അന്ന് ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ആ ബന്ധങ്ങളുടെ ഊഷ്മളത നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. പിന്നെ വേറെ വേറെ വഴിക്ക് ചില അകലും, പക്ഷെ ആ ചെറുപ്പം നമുക്ക് തിരിച്ചു കിട്ടില്ല. ചില ഗുണങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് ഓർക്കാൻ നല്ല നിമിഷങ്ങളായിരിക്കും അത്. അപ്പൊ ആ നല്ല നിമിഷങ്ങളായതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓർക്കുന്നത്. അപ്പൊ ജീവിതം ഇടനീളം നമ്മൾ നല്ല നിമിഷങ്ങളാക്കി മാറ്റിയ എന്നും നമ്മുടെ ഓർമ്മയിൽ ആ നല്ല നിമിഷങ്ങൾ ഓടിയെത്തും. ചില ഗുണങ്ങളും ചില പാഠങ്ങളും പഠിപ്പിച്ചിരുന്നത് അല്ലേ.
പലതുമുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ പഠിക്കാം. കാരണം ഓരോരുത്തരുടെ ജീവിതങ്ങളും ഓരോ തിരക്കഥകളാണ് സത്യം പറയുകയാണെങ്കിൽ, അല്ലേ? ഓരോരുത്തരുടെ ജീവിതം വ്യക്തമായിട്ട് അവനവൻ തന്നെ ആലോചിച്ച് നോക്കുക, എത്ര സുന്ദരമായ ഓരോ കഥകൾ വരിക. എല്ലാവരുടെ ജീവിതം ഇന്നത്തെ ദിവസം അത് നമുക്ക് ഇന്ന് സുന്ദരാക്കണം. അത് നാളേക്ക് വെക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നാളെ നമ്മുടെ കയ്യിലില്ല. പിന്നെ ഇന്നലെ നമ്മളെന്താ പറയുക, ഇന്നലെ തിരുത്താനും പറ്റില്ല. ഇന്നലെ എങ്ങനെ സംഭവിച്ചു പോകുന്നത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞാൽ നമ്മുടെ എത്രത്തോളം നമ്മൾ ഇന്ന് അങ്ങനെ ആവാണ്ട് നോക്കാൻ പറ്റുന്ന ആളുകൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ജീവിതം അത് നമുക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്, പുണ്യാണെന്ന് വിചാരിച്ചിട്ട് ആ ജീവിതത്തിൽ നമുക്ക് എത്ര സന്തോഷം ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുക. സന്തോഷം കൊടുക്കുമ്പോൾ തന്നെയല്ലേ സന്തോഷം തിരിച്ചു കിട്ടുക. നമ്മൾ ഒരാൾക്ക് സന്തോഷം കൊടുക്കുമ്പോൾ നമുക്ക് ആ സന്തോഷം തിരിച്ചു കിട്ടും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് സന്തോഷം കൊടുക്കും എന്നുള്ള ഒരു സംതൃപ്തിയെങ്കിലും നമുക്ക് ഉണ്ടാവും. ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അമ്മ നമ്മുടെ ദുഃഖം പറയുകയാണ്. അപ്പൊ അവർക്ക് ഇല്ലാത്തൊരു ദുഃഖം അമ്മ അവരുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ്. കാരണം എങ്ങനെ അറിയോ, നമ്മുടെ ദുഃഖം കേട്ടിട്ട് എന്തായാലും അയാൾ ചെറുക്കില്ലല്ലോ, ആൾക്ക് ചെറിയൊരു ദുഃഖം വരും. അതുപോലെ നമ്മുടെ സന്തോഷം പങ്കുവെക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇരട്ടി സന്തോഷം കിട്ടും. മനസ്സിലായില്ലേ? സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് സന്തോഷങ്ങൾ ഇരട്ടി. ഈ മുളകുപൊടി അവസാനങ്ങൾ ഇട്ട് കൊടുക്കുക. ഇട്ടുകൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി അപ്പൊ നമുക്ക് ഓരോരുത്തരും കിട്ടിയിട്ടുള്ള ജീവിതം യഥാർത്ഥത്തിൽ കറിവേപ്പിലയും കൂടി ഇട്ട് ഇതോടെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കാം. കൂർക്കയും കൊണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ ഇതൊരു സിമ്പിൾ മെത്തേഡാണ്, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. കണ്ട, വെള്ളമൊന്നും ഒഴിക്കണ്ട, അങ്ങനെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ വേവാത്ത കുറുക്കിയാണെന്നത് ഇത്തിരി വെള്ളമൊക്കെ തെളിച്ച് കൊടുത്തിട്ട് വേവിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഇനി ഓഫ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ദൈവം തന്ന ഏറ്റവും വലിയൊരു വരദാനമാണ്. ഈ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ അനുഭവങ്ങളും, നല്ലതും പൊട്ടയായ അനുഭവങ്ങളൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ചില തെറ്റുകൾ ചെയ്തപ്പോൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു പാഠം അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതുപോലെ ചില നല്ല സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്ത നന്മകളെ ഓർത്തിട്ട് അത് ഇന്ന് എന്നെ കൊണ്ട് എന്തിനു ചെയ്യാൻ പറ്റില്ല എന്ന് വീണ്ടും തോന്നിപ്പോവും. അങ്ങനെ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പാസ്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്, പ്രസൻറ്റിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് ആലോചിക്കാം. പക്ഷെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നാളെ എന്നൊരു സ്വപ്നത്തേക്ക് കടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ആരുടെങ്കിലുമൊക്കെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇനിയുള്ള ജീവിതമെങ്കിലും അങ്ങനെ ഇല്ലാതെ നോക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ ചെയ്തു പോയി, ഇനി ഞാനങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അവരോട് ഒരു ക്ഷമവരോടും തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ജീവിതം മുന്നോട്ട് ആ തെറ്റുകൾ ചെയ്യാതെ അവരെ സ്നേഹിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം ഇങ്ങോട്ട് അനുഭവിച്ച് അങ്ങനെ ജീവിതം സാർത്ഥകമാക്കുക. ജീവിതം സ്നേഹവും അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമ്മുടെ സങ്കടം പങ്കിടണം. സ്നേഹവും സങ്കടവും എല്ലാം പങ്കിട്ട് നല്ല സ്വരചേർച്ചയുള്ള ജീവിതം സർവ്വർക്കും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് മനസ്സൊതുക്കി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇനിയൊരു മനുഷ്യജന്മം ഉണ്ടോ എന്ന് അറിയാത്തത് കൊണ്ട്, ഇനി നമ്മൾ ജനിക്കുമെന്ന് പോലും നമുക്കറിയാത്തത് കൊണ്ട്, എന്തെങ്കിലും ജന്മമായിട്ടെങ്കിലും ജനിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് ദൈവം നൽകിയ ഈ ജന്മത്തെ കുറച്ചെങ്കിലും നമ്മുടെ കയ്യിലാവണ പോലെ നന്നാക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മൾ യാത്രയായതിനു ശേഷം കുറച്ച് പേര് നമ്മളെ ഓർക്കാൻ പറ്റുമെങ്കിൽ, നമ്മുടെ ഓർമ്മയിൽ 2 തുള്ളി കണ്ണീര്, ആ കണ്ണീരിന് വലിയൊരു വിലയുണ്ട് കേട്ടോ. ആ 2 തുള്ളി കണ്ണീര് അവരുടെ കണ്ണിന്ന് ഒറ്റ വീഴില്ലേ, അതിന് എന്താ പറയുക, ഒരു മഹാപ്രസാദം പോലെയാണ്. കാരണം ഒരാളുടെ മനസ്സിൽ നമ്മൾ വിട്ടുപോകുമ്പോൾ ഒരു ദുഃഖം ഉണ്ടാവണമെങ്കിൽ ആ മനസ്സിൽ നമ്മുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമി വിട്ടുപോയിട്ടും ചിലർ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിൻ്റെ വിജയം. അതുപോലെ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയ ഈ എല്ലാ ബന്ധങ്ങളും എല്ലാവർക്കും കിട്ടിയ ബന്ധങ്ങളില്ലേ, അതൊരിക്കലും നിങ്ങൾക്ക് ഇനി തിരിച്ചു കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ജന്മത്തിൽ കിട്ടിയ ഏത് ബന്ധങ്ങളായാലും നമുക്ക് ചെറുപ്പം തൊട്ട് ഈ വയസ്സ് വരെ നമുക്ക് കിട്ടുമല്ലോ, എല്ലാവർക്കും കിട്ടിയ ബന്ധങ്ങൾ. ഓരോരോ മനുഷ്യ ജന്മത്തിനും ഈ ജന്മത്തിൽ കിട്ടിയ ഏത് ബന്ധങ്ങളും, സൗഹൃദ ബന്ധമായാലും സഹോദര ബന്ധമായാലും മാതാപിതാക്കളായാലും മക്കളായാലും ഭർത്താവായാലും ഭാര്യയായാലും, അങ്ങനെ എല്ലാ ബന്ധങ്ങളും ഈ ജന്മത്തിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അടുത്ത ജന്മത്തിലോ കഴിഞ്ഞ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾ ആ ബന്ധങ്ങളെല്ലാം സ്നേഹിച്ച് കാത്തു സൂക്ഷിക്കുക. കാരണം ഇനിയൊരു ജന്മം നമുക്ക് ഉണ്ടെങ്കിലും ഇവർ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരിക്കലും കിട്ടില്ല. ഈ കഥാപാത്രങ്ങൾ ഈ ജന്മത്തോടു കൂടി അവസാനിച്ചു, ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ നമ്മൾ ഇപ്പോഴേ നമുക്ക് കിട്ടും എന്നുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടും ഒരു വിഷമം തോന്നില്ല, ഒരു ശത്രുത തോന്നില്ല. ഈ ജന്മത്തിലല്ലേ അവരെനിക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു മനസ്സിലൊരു സ്നേഹം നിറയും. അപ്പോൾ അവരൊരു ചെറിയ തെറ്റോ വലിയ തെറ്റോ ചെയ്താലും നമുക്കത് പൊറുക്കാൻ പറ്റും. അപ്പോൾ
ഇതാ ഇനി ഇതാണ് കൂർക്കപ്പേരി. ഇനി വേറെ വേറെ ടൈപ്പിലൊക്കെ വെക്കാം. അപ്പോൾ കൂർക്കയുടെ സീസൺ വരട്ടെ. അപ്പോൾ ഓരോന്നൊക്കെ നമുക്ക് വെക്കാം. മസാലക്കറിയോ വേറെ രീതിയിലുള്ള മെഴുക്ക് പുരട്ടി തോരൻ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് വരികയാണെങ്കിൽ മീൻ വറുത്തതും കൂർക്ക മെഴുക്ക് പുരട്ടിയും കൂട്ടി നിങ്ങൾക്ക് ഞാൻ ചോറ് തരാം. വരണോ? ബൈ.